ഹായ് ഗൈസ്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് സാരി കൊടുക്കാമെന്ന് എല്ലാവരും പറയാനേക്കാം. പറയാൻ എളുപ്പമാണ്, 1 മിനിറ്റ് കൊണ്ട് കൊടുത്തും കഴിയുടെ സംഭവം. പക്ഷേ തയ്ക്കാനാണെങ്കിൽ ഒരു 1.25 മണിക്കൂറെങ്കിലും മാക്സിമം വേണ്ടി വരും, ചുരുങ്ങിയത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് സാരി നമ്മൾ പുതിയതാണെങ്കിൽ അതിൻ്റെ ബ്ലൗസ് പീസ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ സാരിക്ക് ഓവർ നീളം വന്നാലും പണിയാണ്. ഒന്നല്ലെങ്കിൽ 5.25 5.5 അത്രയും മതി. ഓവർ നീളം വന്നിട്ടുണ്ടെങ്കിൽ ഉടുക്കാൻ പറ്റില്ല, ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ബ്ലൗസ് പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏതൊരാളുടെ അളവിലാണോ സാരി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അയാളുടെ അരയിൽ ചുറ്റും സാധാരണ സാരി എടുക്കുന്ന പോലെ നോക്കിയിട്ട് ആ പ്ലീറ്റ്സ് ഇടേണ്ട ഭാഗം, പ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗം, പ്ലീറ്റ്സ് അവസാനിക്കുന്ന ഭാഗം, പിന്നെ മുന്താണിയൊക്കെ ഏത് ഭാഗത്ത് നിന്നാണെന്നുള്ളത് നമുക്ക് ഉടുപ്പിച്ച് കഴിയുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ ഭാഗങ്ങളൊന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡെമ്മിയിൽ കാണിച്ച് തരണേണ്ട. പിന്നെ സാരിൻ്റെ ലെങ്ത്തും കൂടി നോക്കണം, എത്ര ഇഞ്ച് ലെങ്ത് ഉണ്ടെന്നും കൂടി നോക്കണം. ഈ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്ത് മുന്താണിയല്ല, കുറച്ച് ഭാഗം നമുക്ക് ഒരു 5-6 ഇഞ്ചോളം ഉള്ളിലേക്ക് പോകുമല്ലോ. അപ്പോൾ അത് നമ്മൾ ആർക്കാണോ സാരി വേണ്ടത് അവരുടെ ലെങ്ത് അളന്നിട്ട് നമുക്കത് കുറച്ച് ഭാഗം വെട്ടിക്കളയാനുള്ളതാണ്. വെട്ടിക്കളയാനല്ല, ആ ഭാഗത്ത് പടി വരെയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അളവെടുത്ത് വെക്കാനായിട്ട്. അഥവാ അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ, വെറുതെ നമ്മൾ പട്ട വെച്ച് മറിച്ചടിക്കാനാണെങ്കിൽ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ നമ്മൾ തടഞ്ഞ് വീഴും. ഈ പ്ലീറ്റ്സിൻ്റെ ഇതുകൊണ്ടിട്ട് നമ്മൾ ചവിട്ടുകയും ചെയ്യും, അതിൽ തടഞ്ഞ് വീഴുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിത് ഈ ഭാഗമൊക്കെ ഇങ്ങനെ വെട്ടിക്കളയണത്. അപ്പോൾ സാരിൻ്റെ ലെങ്ത് 46 ഇഞ്ചാണ്. ഞാൻ ഇതിൽ നിന്നൊരു 4 ഇഞ്ചോളം വെട്ടിയെടുക്കുന്നുണ്ട്. അറ്റം വരെ ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഈ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്ത് ഇതേപോലെ സ്ക്വയർ പോലെ വേണം വെട്ടിയെടുക്കാൻ. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി അങ്ങ് അറ്റം വരെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ അത് വെട്ടിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മളൊരു 11 ഇഞ്ച് വെച്ചിട്ട് 11 ഇഞ്ച് ഇടവിട്ട് ഒരു 5 ഇഞ്ചിൻ്റെ ടെക്ക് 3 ഭാഗത്തായിട്ട് ഇടണം. അതാണ് നമ്മളെ പാവറിൻ്റെ ആദ്യത്തെ സ്കേർട്ട് കുത്തണ ഭാഗം ഉണ്ടല്ലോ, അവിടെയായിട്ടാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്, ആ അടയാളം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ആ ടെക്ക് വരച്ച ഭാഗത്തെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് പിടിച്ചൊരു കത്രയ്ക്ക് ഒരു ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കുള്ളൂ. പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ 1 ഇഞ്ചില്ല 3/4 ഇഞ്ചിൽ ഒരു ടെക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും, എൻഡിങ് ഉണ്ടാവും. നിങ്ങൾ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ചെയ്യണം പ്ലീറ്റ്സ് ഇടാനായിട്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇടത് വശത്തേക്ക് അയക്കണം പ്ലീറ്റ്സിൻ്റെ നോട്ടം ഫുള്ളും. പിന്നെ താഴ്ഭാഗത്തേക്ക് ഇട്ടിട്ട് പ്ലീറ്റ്സ് ഇടണമെങ്കിൽ നല്ല മേശപ്പുറത്ത് വെച്ചിടരുത്. ഇത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി മാത്രം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇടുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇടുന്നത്, കാരണം പ്ലീറ്റ്സ് ഇങ്ങനെ ചുളുങ്ങി വരും. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നല്ലോണം സെറ്റ് ചെയ്തിരുന്നു അതൊന്ന് നമുക്ക് തേച്ചെടുക്കാം. എന്നിട്ട് ഈ പ്ലീറ്റ്സ് ഇട്ടൊന്ന് കുറച്ചൊന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിൻ ചെയ്തെടുക്കാം. ഇനി ആ സ്ക്വയർ പോലെ വെട്ടിക്കുന്ന ഭാഗം കണ്ട ആ പീസ് എടുത്തിട്ട് നമുക്ക് ഏറ്റവും താഴത്തെ പ്ലീറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 2-3 ടെക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. തൽക്കാലം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണുള്ളൂ ഞാൻ. എന്നിട്ട് തയ്ക്കുന്ന സമയത്ത് അത് ഒന്നും കൂടി പ്ലീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ 3 ടെക്കും തയ്ച്ചെടുക്കാം. സാരിയുടെ കരഭാഗവും തയ്ച്ചെടുക്കാം. ഇനി ആ വെട്ടിയെടുത്ത 4 ഇഞ്ചിൻ്റെ പീസ് ഉണ്ടല്ലോ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ 1/2 ഇഞ്ച് നല്ല ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട ഭാഗം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കണം. 1/2 ഇഞ്ചിൽ വേണം കേട്ടോ തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ സ്ക്വയർ പോലെ വന്നേക്കണത്, അത് ഫസ്റ്റത്തെ പ്ലീറ്റ്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം താഴത്തെ പീസും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് മുമ്പ് ഈ താഴത്തെ പീസ് ഉണ്ടല്ലോ ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ എക്സ്ട്രാ വെട്ടി കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ മടക്കി വെച്ചിട്ട് വേണം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ വട്ട പിടിപ്പിക്കുന്ന സമയത്ത് അത് കവർ ചെയ്ത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഭാഗം കൊണ്ടൊക്കെ സാരി കീറിപ്പോകും. ഇതേപോലെ ഇങ്ങനെ തയ്ച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. ഇനി ആ 4 ഇഞ്ചിൻ്റെ പീസ് മുകൾ ഭാഗത്തേക്ക് മറിച്ച് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മടക്ക് മടക്കി പിന്നെ പട്ടയുടെ വീതിക്ക് മടക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ ഇത് കനം കുറഞ്ഞ ആ കസവിന് കുറച്ച് കനം കുറവുള്ളതുകൊണ്ടല്ലോ നമുക്ക് ചില ഭാഗത്ത് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും. കണ്ടോ, ഇതേപോലെ വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കാം, പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് മുകൾ ഭാഗത്തൊരു തയ്യൽ പ്ലീറ്റ്സ് വരെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് സാരിനെ കൊളുത്തുണ്ടാവുമല്ലോ സെൻറ്ററിലായിട്ട്, അതായത് പ്ലീറ്റിൻ്റെ സെൻറ്ററിലാണ് അത് കൊടുക്കണം. അപ്പോൾ ആ കൊളുത്ത് ഇടാനുള്ള സാധനം നമുക്ക് കുറച്ച് കനത്തിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെക്കുന്നത് നമ്മൾ സൈഡിൽ ആദ്യം സാരി കുത്തുമല്ലോ, ആ ഭാഗത്ത് നിന്ന് ഒരു 6 ഇഞ്ച് വിട്ടിട്ട് വേണം ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. ഇത് കനത്തിൽ ഇതേപോലെ ഫ്രണ്ടിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഇഞ്ച് ഗ്യാപ്പ് 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇട്ട് കൊടുത്താൽ മതി. അതൊരു 10 ഇഞ്ചിൻ്റെ ഉള്ളിൽ മതി കേട്ടോ. അതിൽ കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സൈഡ് അടിച്ച് കൊടുക്കണം, അപ്പുറത്തെ സൈഡ് അടിച്ച് കൊടുക്കണം. കുറച്ച് കനത്തിലെടുത്താലേ സാരി അവിടെ സെറ്റായിട്ട് നിൽക്കുള്ളൂ. പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ ഫോണിൽ കൂടി പറഞ്ഞപ്പോൾ ഒരു 8-9 മിനിറ്റിൻ്റെ ഇതിൽ തയ്യൽ കഴിഞ്ഞ് വെക്കാം. പക്ഷേ പറയുമ്പോൾ എളുപ്പമല്ല, ഞാൻ പറഞ്ഞില്ല ഒരു 1.25 മണിക്കൂറെങ്കിലും വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് പ്ലീറ്റ്സിൻ്റെ സെൻറ്ററിലായിട്ടാണ് ടൗക്ക് പിടിപ്പിക്കണം. അതിൻ്റെ വീഡിയോ എൻ്റെ കിട്ടിയില്ല. അപ്പോൾ ഇത് ഡെമ്മിക്ക് ഉടുപ്പിച്ച് നോക്കി ഞാൻ. ഇനി കസ്റ്റമർ വന്നിട്ടില്ല, കസ്റ്റമർ ഒന്ന് ഉടുപ്പിച്ച് നോക്കിയാൽ എന്താണെന്ന് അറിയുള്ളൂ. എന്നാലും ഒരുവിധം വണ്ണം കുറഞ്ഞവർക്ക് കൊടുക്കാം. ഓവർ വണ്ണമുള്ളവർക്ക് ചിലപ്പോൾ ഓവർ വണ്ണമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് 55 ഇഞ്ച് വണ്ണം ഉണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ഉടുപ്പിച്ച് നോക്കിയിട്ടില്ല. മാക്സിമം ഒരു 42-45 ഇഞ്ച് വണ്ണത്തിൻ്റെയാണ് കേട്ടോ ഞാൻ ഈ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങളും സാരി വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റേ ഷിഫോൺ സാരിയിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിൽ പ്ലീറ്റ്സ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട് ഇതേപോലെ പിടിച്ചാൽ കിട്ടില്ല. ഇത് കോട്ടൺ ആയതുകൊണ്ട് ഇത്ര സമയം കൊണ്ട് കഴിഞ്ഞ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ സാരി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.